ഹലോ, ഞാൻ റിയാസ് ബിൻ ഉബൈദ്. മകനെ ഓട്ടക്കാലണയോട് താരതമ്യം ചെയ്ത ചാക്കോ മാഷിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ടോക്സിക് പാരന്റിംഗ് എന്നാൽ ആദ്യം മനസ്സിൽ വരിക സ്ഫടികം സിനിമയിലെ അച്ഛനെയും മകനെയുമാണ്. താൻ പറയുന്നത് മാത്രമാണ് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ശരികളെന്ന് വാദിക്കുന്ന അച്ഛൻ. എന്നാൽ കാലം മാറി. ഇന്ന് കല്ലും മുള്ളും ചവിട്ടി നമ്മളെ സ്കൂളിൽ പോയ കഥകൾ പറഞ്ഞാൽ നമ്മുടെ പിള്ളേരിരുന്ന് ചിരിക്കും. അതിന് കണ്ണ് ചുവപ്പിച്ചിട്ട് കലിപ്പൊന്നും കാണിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അവർക്കൊപ്പം ചിരിക്കുന്ന, ഒപ്പം നടക്കുന്ന, അവരെ കേൾക്കുന്ന മാതാപിതാക്കളെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യം. മാതാപിതാക്കളും കുട്ടികളും കൈകോർത്തുകൊണ്ട് നടക്കുന്ന ജെന്റിൽ പേരന്റിംഗ് രീതിയാണ് കാലം ആവശ്യപ്പെടുന്നത്. അവിടെ മാതാപിതാക്കൾ പറയാനും ചെയ്യുവാനും പാടില്ലാത്ത അനേകം കാര്യങ്ങളുണ്ട്. അതിൽ 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തതായി പറയുവാനുള്ള കാര്യം, കുട്ടികളുടെ മുമ്പിൽ വെച്ച് കളവ് പറയുക എന്നതാണ്. ആർക്കും ദോഷം വരാത്ത രീതിയിൽ കള്ളങ്ങൾ പറയാത്തവർ ചുരുക്കമായിരിക്കും. ഒന്നെങ്കിൽ കുട്ടികളെ പറ്റിക്കുവാൻ വേണ്ടിയോ, അതല്ല എങ്കിൽ അവരെ അത്ഭുതപ്പെടുത്തുവാൻ വേണ്ടിയോ, ചില സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനൊക്കെയും നമ്മൾ കള്ളം പറയുന്നവരാണ്. അധികം ആളുകളും ഇങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന്, കുട്ടി ഒരു സാധനം വാങ്ങി നൽകുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. മാതാപിതാക്കളുടെ കയ്യിൽ അതിനുള്ള വരുമാനം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ കുട്ടികളെ വിഷമിപ്പിക്കേണ്ട എന്ന് നമ്മൾ വിചാരിച്ച് പിന്നെ വാങ്ങിത്തരാമെന്നോ അതിലും നല്ലത് വാങ്ങിത്തരാമെന്നോ പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ പിരിവുകാരോ മറ്റോ വീട്ടിലേക്ക് എത്തുമ്പോൾ അച്ഛനോ അമ്മയോ ഇവിടെ ഇല്ല എന്ന് പറയുവാൻ കുട്ടികളെ ചട്ടം കിട്ടുന്നവരുമുണ്ട്. അതുപോലെ തന്നെയാണ് പാർക്കിലോ ബസ്സിലോ ഒക്കെ ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് കുട്ടികളുടെ ടിക്കറ്റ് എടുക്കുവാതിരിക്കുവാൻ വേണ്ടി ക്യാഷ് ലാഭിക്കുവാൻ വേണ്ടി കുഞ്ഞുങ്ങൾ കേൾക്കെ അവരുടെ പ്രായം കുറച്ച് പറയുന്നവർ. ഇതൊക്കെ നുണയാണ് എന്ന് മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ നുണ പറയുന്നത് തെറ്റല്ല എന്ന തിരിച്ചറിവിലേക്കാണ് സ്വാഭാവികമായും എത്തിച്ചേരുന്നത്. ഇവിടെ മാതാപിതാക്കളുടെ പ്രതികരണം ഭയന്നാണ് പലപ്പോഴും കുട്ടികൾ കള്ളം പറയുന്നത്. എല്ലാം തുറന്നു പറയുവാൻ പറ്റും വിധം കുട്ടികളെ ചേർത്ത് പിടിക്കുവാൻ ഓരോ മാതാപിതാക്കളും തയ്യാറാവണം. ഇവിടെ അച്ഛനമ്മമാർ തന്നെ ഉൾക്കൊള്ളുമെന്ന തോന്നൽ ഓരോ കുട്ടിക്കും ഉണ്ടാകുമെങ്കിൽ ഒരിക്കലും ആ കുട്ടി അവൻ്റെ മാതാവിനോടോ പിതാവിനോടോ കള്ളം പറയില്ല. ഒരിക്കലും അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ കളവ് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റാണ്, അവനെ കണ്ടുപഠിക്കുക ഇവനെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് താരതമ്യം ചെയ്യുന്ന ചില രക്ഷിതാക്കളുണ്ട്. താരതമ്യം ചെയ്യപ്പെടുന്നത് ഒരാൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല. കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തമായിട്ടാണ് ജനിക്കുന്നത്. ഇനി ഇരട്ടക്കുട്ടികളെപ്പോലും അവരുടെ കഴിവുകളും സ്വഭാവത്തിലും നിറത്തിലും രൂപത്തിലുമൊക്കെ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. മുന്നേറാനുള്ള വാശി ഉണ്ടാക്കുമെന്ന തെറ്റിദ്ധാരണയിലാണ് മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളെ താരതമ്യം ചെയ്യുക. പക്ഷേ ഈ പ്രവണത നല്ലതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ കഴിവുകൾ മറ്റൊരാളെ തോൽപ്പിക്കുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന അറിവാകും ഈ കുട്ടികൾക്ക് ഇതിലൂടെ ലഭിക്കുക. താരതമ്യം ചെയ്യപ്പെടുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെ പോലും ബാധിക്കാറുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സുഹൃത്തുക്കളോട് താരതമ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, കുട്ടി നല്ല സാമൂഹിക ബന്ധങ്ങൾ വളർത്തുന്നതിൽ പിന്നിലായി പോകും. ആത്മവിശ്വാസമില്ലാത്തവരായി മാറുവാനും അതുപോലെ തന്നെ അവർക്ക് പിന്നീട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരായി മാറുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആത്മവിശ്വാസമില്ലാത്തവരായി മാറും. നിങ്ങൾ ഈ പുഴയിൽ നീന്തുന്ന മീനിനെയും മരം കയറുന്ന കുരങ്ങനെയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കുരങ്ങനെയും മീനിനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. 2 ജീവികളും അവരവരുടെ കഴിവുകളിൽ മികച്ചവരാണ്. പുഴയിൽ നീന്തുന്ന മീനിനോട് നിങ്ങൾ മരം കയറാൻ പറഞ്ഞാൽ നടക്കത്തില്ല. മരം കയറുന്ന കുരങ്ങനോട് നിങ്ങൾ മീൻ നീന്തുന്നത് പോലെ നീന്താൻ പറഞ്ഞാലും നടക്കത്തില്ല. അവർ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ളവരാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. നമ്മുടെ മക്കൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ കഴിവായിരിക്കത്തില്ല എൻ്റെ കുട്ടിയുടെ കഴിവായിരിക്കത്തില്ല അവൻ്റെ കൂട്ടുകാരന്. അവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളായിരിക്കും. ചിലവർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലവർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും, ചിലവർക്ക് പഠിക്കുവാനായിരിക്കും, അതല്ലെങ്കിൽ മറ്റ് പലതിനോടുമായിരിക്കും, ചിത്രം വരയ്ക്കുവാനും ഒക്കെ ആയിരിക്കും. ആ കഴിവുകളെ കണ്ടെത്തിയിട്ട് ആ കഴിവിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയാണ്, സപ്പോർട്ട് ചെയ്യുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ പോയിന്റാണ്, നീ ഒരു കാലത്തും നന്നാവില്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ.
ചില രക്ഷിതാക്കൾ സ്ഥിരമായി പറയുന്ന ശാപവാക്കാണ് നന്നാവില്ല, നീ ഗുണം പിടിക്കില്ല, നീ ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് കഷ്ടകാലമാണ് എന്നൊക്കെ. എന്നാൽ ഇവയൊന്നും നിങ്ങൾ ഒരു കാരണവശാലും കുട്ടികളോട് പറയാൻ പാടില്ല. നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്വാസിക്കാം, പക്ഷേ അതൊരിക്കലും ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടാകരുത്. അത്തരം മോശമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും പാടില്ല. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അവ കേട്ടുപഠിക്കും. മാത്രവുമല്ല അവരുടെ ആത്മവിശ്വാസത്തെ അത് തകർക്കും. ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത അവരിൽ വളർത്തും. ഇനി ദേഷ്യം വന്നാലോ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു ചിന്ത കുട്ടികളിൽ ഉണ്ടാകും. ഇത് പുറത്തു പോയി അവർക്ക് ദേഷ്യം വരുന്ന സമയത്ത് അവർ ഇങ്ങനെയുള്ള ശാപവാക്കുകൾ ഉച്ചരിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആരോഗ്യകരമായിട്ട് തർക്കിക്കുവാൻ കഴിയുമെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമ്മളാണ്. മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ അത് പഠിച്ചെടുക്കേണ്ടത് എന്നാണ്. 4ാമത്തെ പോയിന്റാണ്, കുട്ടികളെ ഒരിക്കലും പരിഹസിക്കുവാൻ പാടില്ല. അവരുടെ എന്തെങ്കിലും കുറവുകളുടെ പേരിൽ കുട്ടികളെ പരിഹസിക്കുന്നത് ക്രൂരതയാണ്. കുട്ടികളെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിൽ പലപ്പോഴും മുന്നിൽ നിൽക്കുന്നത് മാതാപിതാക്കളാണ്. പരിഹാസ പേരുകൾ പലർക്കും ആദ്യം കിട്ടുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ഇതൊക്കെയും കുട്ടികളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇനി നമ്മൾ തിരിച്ചറിയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയാൽ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മുന്നിൽ വലുതാക്കി അവതരിപ്പിച്ചുകൊണ്ട് അവരെ കളിയാക്കുന്ന രക്ഷിതാക്കളുണ്ടല്ലോ, ആ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടെ മാനസികവും വൈകാരികവുമായിട്ട് ആ കുഞ്ഞുങ്ങളെ ബാധിക്കും, അവരെ തകർത്ത് കളയും. ഇങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരെ പരിഹസിക്കുവാനുള്ള പ്രവണത ഉണ്ടാകും. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ സംശയങ്ങളെയും പരിഹസിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. അതായത് കുഞ്ഞുങ്ങൾ വന്നിട്ട് എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലൈംഗികതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കളിയാക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് ശരിയായിട്ട് മറുപടി ലഭിക്കാതെ വരുമ്പോഴുണ്ടല്ലോ, ആ കുട്ടികൾ മറ്റു പല വഴികളും തേടും അതിന് ഉത്തരം കിട്ടുന്നതിന് വേണ്ടി. അത് അവരെ വളരെയേറെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കണം. മറ്റൊരു കാര്യമാണ് പരദൂഷണം പറച്ചിൽ. നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് പരദൂഷണവും കുറ്റവും പറച്ചിൽ പാടെ ഒഴിവാക്കണം. എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. മാതാപിതാക്കൾ പരസ്പരം പരിചാരുന്നതും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടവരെ കുറ്റം പറയുന്നതും അവരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും. ആര് പറയുന്നതാണ് ശരിയെന്നറിയാതെ കുഞ്ഞുങ്ങൾ ആകെ പ്രശ്നത്തിലാകും. മുതിർന്നവരോടുള്ള ബഹുമാനം കുറയും, വിശ്വാസം നഷ്ടപ്പെടും. ഇവിടെ അവർ സ്വയം ആളുകളെ മനസ്സിലാക്കിക്കൊള്ളട്ടെ. തെറ്റ് തിരിച്ചറിയുവാനും തിരുത്തുവാനും കുഞ്ഞുങ്ങളെ സഹായിക്കുക മാത്രമാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അത് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛനമ്മമാർ തമ്മിലുള്ള വഴക്കുകളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുവാൻ വേണ്ടി കുട്ടിയോട് മറ്റാളുടെ, അത് അച്ഛൻ അമ്മയോടെയോ അല്ലെങ്കിൽ അമ്മ അച്ഛൻ്റെയോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. ഇത് വളരെയേറെ അപകടമാണ്. കാരണം ഇത് അവരുടെ വ്യക്തിത്വത്തെയാണ് ബാധിക്കുന്നത്. മാതാപിതാക്കളെ കുറിച്ച് മോശമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഇത് വളരെ അപകടമാണ്. അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. 6ാമത്തെ പോയിന്റാണ്, നീ കാരണമാണ് എന്ന് പറയുന്നത്. തെറ്റും അബദ്ധങ്ങളും സംഭവിക്കാത്തവരായി ആരാണ് ഇവിടെ ഉള്ളത്? ഓരോ ചെറിയ കാര്യങ്ങളും ആ കാര്യങ്ങൾക്കും കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളുണ്ട്. 9 മാർക്ക് വാങ്ങിയ കുട്ടിയോട് 1 മാർക്ക് നീ കളഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. 2 കുട്ടികൾ തമ്മിലുണ്ടായ വഴക്കിൽ തൻ്റെ കുട്ടിയോട് നീ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, തലയുയർത്തി നടക്കാൻ വയ്യാതായി എന്നൊക്കെ പറഞ്ഞ് മൊത്തം തെറ്റും തലയിൽ ഇട്ട് കൊടുക്കുന്നവരുണ്ട്. കുട്ടികളുടെ ചെറിയ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തി മോശക്കാരാക്കുവാൻ ഒരിക്കലും പാടില്ല എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. 7ാമത്തെ പോയിന്റാണ്, തമ്മിൽ തല്ലാൻ പാടില്ല. കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ വഴക്ക് കൂടുന്നതും പരസ്പരം ഒച്ച വെച്ച് സംസാരിക്കുന്നതും തമ്മിൽ തല്ലുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. അച്ഛനും അമ്മയും തമ്മിലുള്ള കലഹമുണ്ടല്ലോ, കുഞ്ഞുങ്ങളുടെ മാനസിക നിലയെ ബാധിക്കും. ശാരീരികമായോ മാനസികമായോ അതിക്രമങ്ങൾ നിരന്തരം കേൾക്കുന്ന കാണുന്ന ഒരു കുട്ടി അക്രമ സ്വഭാവമുള്ളവരായി മാറും. അത് സ്കൂളിലും പുറത്തും അല്ലെങ്കിൽ കളി സ്ഥലങ്ങളിലുമൊക്കെ മറ്റുള്ള കുട്ടികളെ ആക്രമിക്കുന്നതിലേക്ക്, അവരുമായി വഴക്ക് കൂടുന്നതിലേക്ക് കാരണമാകും. ഇവിടെ പ്രശ്നങ്ങളെ പോസിറ്റീവായിട്ട് നേരിടാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. 2 പേർ തമ്മിലുള്ള പ്രശ്നത്തെ എങ്ങനെ സമാധാനപരമായിട്ട് പരിഹരിക്കാം, എങ്ങനെ പരസ്പരം തുറന്ന് സംസാരിക്കാം, എങ്ങനെ വേണം തർക്കിക്കുക, അതിനൊക്കെ മാതൃകയാകേണ്ടത് മാതാപിതാക്കളാണ്. അല്ലാതെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് തമ്മിൽ തല്ലുകയല്ല വേണ്ടത്. 8ാമത്തെ ഒരു പോയിന്റാണ്, മോഹന വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക എന്നത്.
നമ്മുടെ കുട്ടികൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പിന്നീട് അത് നടക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ അത് ലംഘിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാതാപിതാക്കളിലുള്ള വിശ്വസ്തത കുട്ടികൾക്ക് നഷ്ടമാകും. നമ്മൾ സാധിച്ചു കൊടുക്കാനാകാത്ത കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഉറപ്പ് നൽകാതിരിക്കുക. നമ്മൾ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് എന്തിനും ഏതിനും സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നവരുണ്ട്. അത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. കുട്ടി വാശി പിടിക്കുന്നു അല്ലെങ്കിൽ കരയുന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യവും സാധിച്ചു കൊടുക്കാതെ നോ പറയേണ്ടിടത്ത് നോ പറയാൻ ഓരോ രക്ഷിതാവും പഠിക്കണം. അങ്ങനെ നോ പറഞ്ഞ് പഠിക്കുന്നില്ല എങ്കിൽ ഈ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ വലിയ അബദ്ധങ്ങളും വലിയ വലിയ പ്രശ്നത്തിലേക്കും പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് കാരണം നമ്മൾ നോ പറയേണ്ടിടത്ത് നോ പറയാത്തത് കൊണ്ടാണ്. സാധിച്ചു കൊടുക്കേണ്ടത് സാധിച്ചു കൊടുക്കണം. 9ാമത്തെ പോയിന്റാണ് ന്യായീകരണ തൊഴിലാളികളായി നമ്മൾ മാറാൻ പാടില്ല. അതായത് മാതാപിതാക്കൾ മാറാൻ പാടില്ല. ഏത് തെറ്റിനും സ്വയം ന്യായീകരിക്കുന്ന മാതാപിതാക്കളുടെ ശീലമുണ്ടല്ലോ, അത് കുട്ടികളെ വഴിതെറ്റിക്കും. കുട്ടികളോട് ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ആശയക്കുഴപ്പത്തിലാകും. ഇതെന്ത് നീതിയാണെന്ന് അവർ ചിന്തിക്കും. ഉദാഹരണം പറഞ്ഞുതരാം. സ്വന്തം മുറി വൃത്തിയായി സൂക്ഷിക്കാത്തതിന് കുട്ടിയെ ശകാരിക്കുന്ന അല്ലെങ്കിൽ അടിക്കുന്ന ആക്രമിക്കുന്ന മാതാപിതാക്കൾ, തങ്ങളുടെ സാധനങ്ങൾ അടുക്കും ചിട്ടയും ഇല്ലാതെ വെച്ചിട്ട്, അതായത് വലിച്ചു വാരിയിട്ടിട്ട് നേരമില്ലാത്തത് കൊണ്ടാണ് എന്ന് ന്യായീകരിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ മക്കളോട് സ്ക്രീൻ ടൈം കുറയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് തല്ലിവെക്കെ ചെയ്യുന്ന മാതാപിതാക്കളുണ്ടല്ലോ, എപ്പോഴും ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കും. ഇത് പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന്. ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ നമ്മളെ അനുസരിക്കുന്നത്? ഇത് കണ്ടു വളരുന്ന കുട്ടികൾ, ഇങ്ങനെ ന്യായീകരണം കേട്ട് വളരുന്ന കുട്ടികളുണ്ടല്ലോ, പതിയെ അവരുടെ തെറ്റുകളും ന്യായീകരിച്ച് തുടങ്ങുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. 10ാമത്തെ പോയിന്റാണ് നീ ആരാണ് തീരുമാനിക്കുവാൻ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ. കുട്ടികളുടെ ആഗ്രഹങ്ങൾ പരിഗണിക്കാതെ ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന മാതാപിതാക്കൾ. ഇഷ്ടമുള്ള വസ്ത്രം പോലും ധരിക്കുവാൻ സാധിക്കാതെ, എന്തിനേറെ പറയുന്നു, ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുവാൻ പോലും അനുമതി നൽകാതെ, അത് നീ ആരാ തീരുമാനിക്കാൻ, ഞാനാണല്ലോ നിന്റെ കാര്യം തീരുമാനിക്കാൻ എന്ന് പറയുന്ന രക്ഷിതാക്കള്. അതായത് ഞാൻ തീരുമാനിച്ചോളാം, അത് അനുസരിച്ച് നീ ജീവിക്കണമെന്ന് പറയുന്ന രക്ഷിതാക്കള്. ഇത്തരം കുട്ടികളുണ്ടല്ലോ, അതായത് ഇങ്ങനെ കേട്ടു വളരുന്ന കുട്ടികൾ ജീവിതത്തിൽ ചില പ്രധാന തീരുമാനങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോകും. പഠനമോ ജോലിയോ ബന്ധങ്ങളോ അങ്ങനെ എന്തുമാകട്ടെ, സ്വയം തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കണം. തലോടി വളർത്താം, നമുക്ക് സ്നേഹിച്ച് വളർത്താം, പരിഗണിച്ച് വളർത്താം, കുഞ്ഞിനെ കേട്ടും സ്നേഹിച്ചും എല്ലാം നമുക്ക് വളർത്താം. അതല്ലാതെ ഭീഷണിപ്പെടുത്തിയോ ക്രൂരമായി ശിക്ഷിച്ചോ പ്രലോഭിപ്പിച്ചോ അല്ല നമ്മുടെ കുട്ടിയുടെ സ്വഭാവം രൂപപ്പെടുത്തേണ്ടത്. ഇപ്പോഴത്തെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് എൻ്റെ മാതാപിതാക്കളെ എന്നെ വളർത്തിയതുപോലെ ഞാനും മക്കളെ വളർത്തുമെന്നാണ്. എന്നാൽ അത് തെറ്റാണ്. അന്ന് തെങ്ങിൽ കെട്ടിയിട്ട് തല്ലിയെങ്കിൽ ഇന്ന് കുട്ടികൾ പറയുന്നത് കേൾക്കുവാൻ തയ്യാറാവുന്ന, അവരോടൊപ്പം നടക്കുവാൻ പറ്റുന്ന, അവരെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന, പറഞ്ഞു തിരുത്തുവാൻ പറ്റുന്ന, എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന, പിന്തുണയ്ക്കുന്ന മാതാപിതാക്കളെയാണ് ഇന്നത്തെ കുട്ടികൾക്ക് ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.